നമസ്കാരം. ഇന്നത്തെ മിഡിസ്റ്റ് അവർ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. 2017 മുതൽ 2021 വരെ 5 വർഷത്തേക്ക് 24,800 കോടി ദിർഹത്തിന്റെ ബജറ്റിന് UAE മന്ത്രിസഭയുടെ അംഗീകാരം. 4,870 കോടി ദിർഹം 2017 മാത്രമായി മാറ്റിവെച്ചു. UAE-യിൽ പെട്രോൾ ഡീസൽ വില വീണ്ടും വർദ്ധിപ്പിച്ചു. പെട്രോൾ ഓരോ ഇനത്തിനും ലിറ്ററിന് 9 ഫിൽസ് വീതവും ഡീസൽ 15 ഫിൽസും വർദ്ധിപ്പിച്ചു. പ്രഖ്യാപിച്ചത് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്ക്. കുവൈത്തിൽ സർക്കാർ മേഖലയിൽ വിദേശികളെ ജോലിക്ക് നിയമിക്കുന്നത് പൂർണ്ണമായി നിർത്തണമെന്ന് സൗദി സുപ്രീം കൗൺസിലിന്റെ നിർദ്ദേശം. രാജ്യത്തുള്ള വിദേശികളുടെ ആധിക്യം ആശങ്കപ്പെടുത്തുന്നുവെന്നും കൗൺസിൽ. രാജ്യത്തുള്ള വിദേശികൾക്കായി പ്രത്യേക താമസ കേന്ദ്രങ്ങൾ പണിയണമെന്നും നിർദ്ദേശം. വിശദമായ വാർത്തകളിലേക്ക്. സൗദിയിൽ 2 സ്ഥലങ്ങളിലായി നടന്ന തീവ്രവാദ വേട്ടയിൽ 4 വിദേശികളും 4 സ്വദേശികളും പിടിയിലായി. ജിദ്ദ സ്റ്റേഡിയത്തിന് പുറത്ത് സ്ഫോടനത്തിന് പദ്ധതിയിട്ടവരും പിടിക്കപ്പെട്ടവരിൽ ഉൾപ്പെടും. പിടികിട്ടാനുള്ള 9 പേരുടെ പേര് വിവരങ്ങളും ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടു. വിവരം നൽകുന്നവർക്ക് 70 ലക്ഷം റിയാൽ വരെ പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. റിയാദിൽ നിന്ന് 200 കിലോമീറ്റർ അകലെ ഷക്രയിൽ 4 സ്വദേശികളാണ് പിടിയിലായത്. സിറിയയിലെ IS നേതാക്കളുടെ നിർദ്ദേശപ്രകാരം സൗദിയിൽ തീവ്രവാദ ആക്രമണം നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നതായി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. സുരക്ഷാ ഭടന്മാരെയാണ് ഇവർ ലക്ഷ്യമാക്കിയിരുന്നതെന്നും മന്ത്രാലയ വക്താവ് മേജർ ജനറൽ മൻസൂർ അതുർക്കി അറിയിച്ചു. ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിലെ ജൗഹറ സ്റ്റേഡിയത്തിൽ തീവ്രവാദ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്ന സംഘത്തിലെ 4 വിദേശികളെയും അധികൃതർ പിടികൂടി. 2 പാകിസ്ഥാൻ സ്വദേശികൾ, 1 സിറിയൻ സ്വദേശി, 1 സുഡാനി പൗരൻ എന്നിവരാണ് പിടിയിലായത്. ഒക്ടോബർ 9 സൗദിയും UAEയും തമ്മിൽ കളി നടക്കുന്ന ദിവസം സ്റ്റേഡിയത്തിന്റെ പാർക്കിംഗ് ഏരിയയിൽ സംഘം സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടതായി രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കളി നടക്കുന്നതിന്റെ തലേദിവസം ഇവരെ പിടികൂടിയത്. പിടികിട്ടാനുള്ള 9 പേരിൽ ഒരാൾ ബഹ്റൈൻ പൗരനും മറ്റുള്ളവർ സ്വദേശികളുമാണ്. ഇവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 10 ലക്ഷം റിയാൽ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്നിലധികം തീവ്രവാദികളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 50 ലക്ഷം റിയാൽ വരെ നൽകും. തീവ്രവാദ ആക്രമണം തകർക്കാനുള്ള വിവരം നൽകുന്നവർക്ക് 70 ലക്ഷം റിയാൽ സമ്മാനവും ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ 990 എന്ന നമ്പറിൽ വിളിച്ചാണ് വിവരം നൽകേണ്ടത്. അസ്കർ പുളിയിൽ, മീഡിയ 1, റിയാദ്. കുവൈത്തിൽ സർക്കാർ മേഖലയിൽ വിദേശികളെ ജോലിക്ക് നിയമിക്കുന്നത് പൂർണ്ണമായി നിർത്തണമെന്ന് നിർദ്ദേശം. വിദേശികളുടെ ആധിക്യം ആശങ്ക സൃഷ്ടിക്കുന്നതായി ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം പ്ലാനിംഗ് കൗൺസിൽ ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. രാജ്യത്തുള്ള വിദേശികൾക്കായി പ്രത്യേക താമസ കേന്ദ്രങ്ങൾ പണിയണമെന്നും ഈ നിർദ്ദേശത്തിൽ പറയുന്നു. ജനസംഖ്യയിലെ സ്വദേശി വിദേശി അനുപാതത്തിൽ നിലനിൽക്കുന്ന വലിയ അന്തരം തൊഴിൽ വിപണിയിലും സാമൂഹ്യതലത്തിലും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്നാണ് ഉന്നത ആസൂത്രണ സമിതിയുടെ വിലയിരുത്തൽ. കഴിഞ്ഞ 5 വർഷമായി തൊഴിൽ വിപണിയിൽ വിദേശികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ക്രമീകരണം വരുത്തിയില്ലെങ്കിൽ ഭാവിയിൽ വൻ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന ആശങ്കയും സുപ്രീം പ്ലാനിംഗ് കൗൺസിൽ മുന്നോട്ട് വെക്കുന്നു. ജനസംഖ്യയിലെ അസന്തുലിതത്വം കുറക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ തസ്തികകളിൽ വിദേശികളെ നിയമിക്കുന്നത് പൂർണ്ണമായി നിർത്തണമെന്നാണ് നിർദ്ദേശം. സ്വദേശികളിൽ നിന്ന് ജീവനക്കാരെ ലഭ്യമാകാത്ത അപൂർവ ഘട്ടങ്ങളിൽ മാത്രം വിദേശികളെ നിയമിക്കുകയെന്ന നയമായിരിക്കണം ഇക്കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കേണ്ടതെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. സ്വകാര്യ മേഖലയിലേക്കുള്ള റിക്രൂട്ട്മെന്റും യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണമെന്നും ഒളിച്ചോട്ടം, യാത്രാവിലക്ക്, നാടുകടത്തൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്. വിദേശി സമൂഹം സ്വദേശികളുമായി ഇടകലർന്നു താമസിക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ മാറ്റം ആവശ്യമാണെന്നും കൗൺസിൽ നിർദ്ദേശിച്ചു. ഇതിനായി വിദേശ തൊഴിലാളികൾക്ക് മാത്രമായുള്ള പ്രത്യേക പാർപ്പിട സമുച്ചയങ്ങൾ സ്ഥാപിക്കണം. നേരത്തെ അംഗീകാരമായ വിദേശികൾക്കുള്ള ബാച്ചിലർ സിറ്റികളുടെ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കണം തുടങ്ങി 12 നിർദ്ദേശങ്ങളാണ് സുപ്രീം പ്ലാനിംഗ് കൗൺസിൽ മുന്നോട്ടുവച്ചത്. മീഡിയ 1, കുവൈറ്റ് സിറ്റി. വ്യോമപാതയിൽ ഡ്രോൺ പറന്നതിനെ തുടർന്ന് UAE-യിലെ ദുബായ്, ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ 1.5 മണിക്കൂറോളം അടച്ചിട്ടു. 22 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ഈ വർഷം ഇത് 3ാം തവണയാണ് ദുബായിൽ ആളില്ലാ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം അവതാളത്തിലാകുന്നത്. ശനിയാഴ്ച രാത്രി പ്രാദേശിക സമയം 7:25 മുതൽ 9:10 വരെയാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചിടേണ്ടി വന്നത്. രാത്രി 8 മുതൽ 10 വരെ ഷാർജ വിമാനത്താവളവും അടച്ചിട്ടു. വ്യോമപാതയിൽ ഡ്രോൺ പറന്നത് സുരക്ഷാ ഭീഷണി സൃഷ്ടിച്ച സാഹചര്യത്തിലായിരുന്നു നടപടി. ദുബൈയിലേക്കുള്ള 22 വിമാനങ്ങൾ ഈ സമയം മക്തൂം വിമാനത്താവളത്തിലേക്ക് വഴി തിരിച്ചുവിടേണ്ടി വന്നു. ഷാർജയിൽ 8 എയർ അറേബ്യ വിമാനങ്ങളുടെ ലാൻഡിങ്ങിനെയും ഇത് ബാധിച്ചു. വർക്ക മേഖലയിൽ നിന്നാണ് പ്രശ്നങ്ങൾക്കിടയാക്കിയ ഡ്രോൺ പറന്നതെന്ന് എയർപോർട്ട് അതോറിറ്റി അറിയിച്ചു. ഇത് പറത്തിയവരെ കണ്ടെത്താൻ നടപടി ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം 28-നും ജൂൺ 11-നും സമാനമായ രീതിയിൽ ഡ്രോണുകൾ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയിരുന്നു. വിമാനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് നേരത്തെ അബുദാബിയിൽ ഡ്രോണുകളുടെ വിൽപ്പനയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദുബൈയിൽ ഡ്രോൺ പറത്തുന്നതിന് ലൈസൻസും നിയന്ത്രണവും നിലവിലുണ്ടെങ്കിലും ഇതിന്റെ വിൽപ്പന നിയന്ത്രിച്ചിട്ടില്ല. മീഡിയ 1, ദുബായ്.
UAE-യിൽ പെട്രോൾ ഡീസൽ വില വീണ്ടും വർദ്ധിപ്പിച്ചു. പെട്രോൾ ഓരോ ഇനത്തിനും ലിറ്ററിന് 9 ഫിൽസ് വീതവും ഡീസൽ 15 ഫിൽസുമാണ് വർദ്ധിപ്പിച്ചത്. ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ഇന്ധന നിരക്കാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. ഒരു ദിർഹം 81 ഫിൽസ് വിലയുണ്ടായിരുന്ന സൂപ്പർ പെട്രോളിന് നവംബർ മാസത്തിൽ 1 ദിർഹം 90 ഫിൽസ് ഈടാക്കും. സ്പെഷ്യൽ പെട്രോളിന്റെ വില 1 ദിർഹം 70 ഫിൽസിൽ നിന്ന് 1 ദിർഹം 79 ഫിൽസാകും. E+ പെട്രോളിന്റെ വില 1 ദിർഹം 63 ഫിൽസിൽ നിന്ന് 1 ദിർഹം 72 ഫിൽസായി ഉയരും. ഡീസലിന്റെ വിലയാണ് കുത്തനെ വർദ്ധിച്ചത്. ലിറ്ററിന് 1 ദിർഹം 75 ഫിൽസിൽ നിന്ന് 1 ദിർഹം 91 ഫിൽസായി ഡീസൽ വില വർദ്ധിപ്പിച്ചു. ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് അടുത്ത മാസം ഉപഭോക്താക്കൾ ഇന്ധനം നിറയ്ക്കാൻ നൽകേണ്ടി വരിക. ഫെബ്രുവരിയിലെ പെട്രോൾ വിലയിൽ നിന്ന് 32 ഫിൽസാണ് ലിറ്ററിന് ഉയർന്നത്. ഡീസലിന്റെ വില ഫെബ്രുവരിയിലേതിനേക്കാൾ 54 ഫിൽസും വർദ്ധിച്ചു. അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വിലയ്ക്ക് അനുസൃതമായി ആഭ്യന്തര വിപണിയിലെയും വില നിയന്ത്രിക്കുകയാണ് ഇതിനായി നിയോഗിച്ച സമിതി. ഷിനോഷ് ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. ഖത്തറിൽ നവംബർ മാസത്തെ പുതുക്കിയ ഇന്ധനവില ഊർജ്ജ മന്ത്രാലയം പ്രഖ്യാപിച്ചു. ഇതനുസരിച്ച് പെട്രോൾ പ്രീമിയത്തിന് ലിറ്ററിന് 1.35 റിയാലും സൂപ്പറിന് 1.45 റിയാലുമായിരിക്കും. ഡീസലിന് കഴിഞ്ഞ മാസത്തെ നിരക്കായ 1.4 തന്നെയായിരിക്കും വില. പ്രീമിയർ ഇനത്തിലുള്ള പെട്രോളിനും സൂപ്പർ ഇനത്തിലുള്ള പെട്രോളിനും ലിറ്ററിന് 10 ഫിൽസ് വീതം വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ആദ്യമായി ബഹ്റൈനിൽ തൊഴിലാളികൾക്കായി ഫ്ലെക്സിബിൾ പെർമിറ്റ് സംവിധാനം ഏർപ്പെടുത്തുന്നു. പദ്ധതി നടപ്പിലാക്കാനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് ഉസാമ അൽ അബ്സി അറിയിച്ചു. 2 വർഷക്കാലയളവിലേക്ക് വ്യത്യസ്ത തൊഴിലുടമകളുടെ കീഴിൽ തൊഴിലാളികൾക്ക് വിവിധ ജോലികൾ ചെയ്യാൻ ഇതോടെ നിയമപരമായി സാധിക്കും. പാർട്ട് ടൈമായും മണിക്കൂർ അടിസ്ഥാനത്തിലും ജോലി ചെയ്യാനും അനുമതി നൽകുന്നു എന്നതാണ് ഫ്ലെക്സിബിൾ വർക്ക് പെർമിറ്റ് സംവിധാനത്തിന്റെ പ്രത്യേകത. പ്രത്യേക തിരിച്ചറിയൽ കാർഡ് നേടി ആരുടെ കീഴിലും ഫ്ലെക്സിബിൾ വർക്ക് പെർമിറ്റ് നേടുന്ന തൊഴിലാളിക്ക് ജോലി ചെയ്യാം. പ്രത്യേക പ്രൊഫഷണൽ ലൈസൻസ് ആവശ്യമില്ലാത്ത തസ്തികകളിലാണ് വിവിധ തൊഴിലുടമകൾക്ക് ഇവരെ ജോലിക്ക് വെക്കാൻ സാധിക്കുക. ആദ്യഘട്ടത്തിൽ പ്രതിമാസം 2000 പേർക്കാണ് ഫ്ലെക്സിബിൾ വർക്കർ, ഫ്ലെക്സിബിൾ ഹോസ്പിറ്റാലിറ്റി വർക്കർ എന്നീ പേരുകളിൽ പുതിയ സൗകര്യം അനുവദിക്കുക. നിലവിൽ 2016 സെപ്റ്റംബർ 20 വരെയുള്ള കാലത്ത് തൊഴിലുടമ വിസ പുതുക്കാതിരിക്കുകയോ ക്യാൻസൽ ചെയ്തിട്ട് ബഹ്റൈനിൽ തുടരുന്നവർക്കും മാത്രമേ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തുവാൻ കഴിയൂ. 6 മാസത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കി തുടങ്ങും. വർക്ക് പെർമിറ്റ് ഫീസായി 200 ദിനാറും ഹെൽത്ത് കെയർ ഇനത്തിൽ 144 ദിനാറും പ്രതിമാസ ഫീസായി 30 ദിനാറും ഗോസി ചാർജുകളും അടച്ച് തൊഴിലാളി തന്നെയാണ് ഫ്ലെക്സിബിൾ വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കേണ്ടത്. ഇതിനു പുറമെ നാട്ടിലേക്ക് മടങ്ങാനുള്ള വിമാന ടിക്കറ്റിനുള്ള പണവും ഡെപ്പോസിറ്റായി നൽകണം. ഏതെങ്കിലും കേസുകൾ കുടുങ്ങിയവർക്ക് ഈ സൗകര്യം ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. മീഡിയ 1, ബഹ്റൈൻ. കായികശക്തി മാനവ നന്മയ്ക്ക് എന്ന പ്രമേയത്തിൽ യൂത്ത് ഇന്ത്യ കുവൈത്ത് സംഘടിപ്പിച്ച പ്രവാസി കായികമേളയ്ക്ക് ആവേശകരമായ പരിസമാപ്തി. വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള 1000-ഓളം യുവ കായിക പ്രതിഭകൾ പങ്കെടുത്ത പരിപാടിയിൽ വാഹിൽ സോൺ ഓവറോൾ ചാമ്പ്യന്മാരായി. മത്സരാർത്ഥികളുടെ വർണ്ണശബളമായ മാർച്ച് പാസ്റ്റോടെയാണ് പ്രവാസി കായികമേളയ്ക്ക് തുടക്കമായത്. മാർച്ച് പാസ്റ്റിന് സ്പോർട്സ് കൺവീനർ ഹഫീസ് മുഹമ്മദ് നേതൃത്വം നൽകി. യൂത്ത് ഇന്ത്യ പ്രസിഡന്റ് CK നജീബ്, KIG ജനറൽ സെക്രട്ടറി PT ഷെരീഫ് എന്നിവർ സല്യൂട്ട് സ്വീകരിച്ചു. തുടർന്ന് കുരുന്നുകൾ മുതൽ മുതിർന്നവർ വരെയുള്ള 10 വിഭാഗങ്ങളിലായി 45ഓളം ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നു. 4 സോണുകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് മേളയിലുടനീളം അരങ്ങേറിയത്. വടംവലി മത്സരത്തിൽ ഫർവാനിയ ടീം ജേതാക്കളായി. വെറ്ററൻസ് പഞ്ചഗുസ്തി മത്സരവും ഏറെ ആവേശത്തോടെയാണ് കാണികൾ എതിരേറ്റത്. മേളയിൽ ഫഹാഹിൽ മേഖല 1ാം സ്ഥാനവും അബ്ബാസിയ മേഖല 2ാം സ്ഥാനവും നേടി. KIG കേന്ദ്ര പ്രസിഡന്റ് ഫൈസൽ മഞ്ചേരി, CK നജീബ് എന്നിവർ ട്രോഫികൾ സമ്മാനിച്ചു. ജോസ്, ഇർഷാദ്, സുരേഷ്, ജഗത് ജോഷി, AC സാജിദ്, അൻവർ ഷാജി, ഫസലുൽ ഹഖ്, റഫീഖ് ബാബു തുടങ്ങിയവർ മത്സരങ്ങൾ നിയന്ത്രിച്ചു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഖത്തറിലെ ഇന്ത്യൻ എംബസിക്ക് കീഴിലുള്ള സംഘടനകളുടെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ICC, ICBF, IBPN സംഘടനകളുടെ തെരഞ്ഞെടുപ്പാണ് നവംബറിൽ നടക്കാനിരിക്കുന്നത്. ഖത്തറിലെ ഇന്ത്യൻ എംബസിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സാംസ്കാരിക സംഘടനയായ ഇന്ത്യൻ കൾച്ചറൽ സെന്റർ, വ്യാപാര വാണിജ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ നെറ്റ്വർക്ക്, പ്രവാസി ക്ഷേമ സംഘടനയായ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറം എന്നിവയുടെ പുതിയ ഭാരവാഹികളെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പാണ് നവംബറിൽ നടക്കുക. ICC തെരഞ്ഞെടുപ്പ് നവംബർ 24-നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. IBPN തെരഞ്ഞെടുപ്പ് നവംബർ 20-നും ICBF തെരഞ്ഞെടുപ്പ് നവംബർ 22-നും നടക്കും. ഇതു സംബന്ധിച്ച അറിയിപ്പ് എംബസി അധികൃതർ സംഘടനാ നേതൃത്വങ്ങൾക്ക് നൽകിക്കഴിഞ്ഞു. എന്നാൽ ഔദ്യോഗികമായ അറിയിപ്പുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഖത്തറിലെ ഏതാണ്ട് 80-ലധികം പ്രവാസി സംഘടനകളുടെ മാതൃസംഘടനയാണ് ഇന്ത്യൻ കൾച്ചറൽ സെന്റർ അഥവാ ICC. മലയാളിയായ ഗിരീഷ് കുമാറാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്. KM വർഗീസ് പ്രസിഡന്റായ ഭരണസമിതിയാണ് IBPN-നുള്ളത്. എംബസിക്ക് കീഴിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ICBF-ൽ
അരവിന്ദ് പാട്ടീലാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ തന്നെ പാനലുകളെക്കുറിച്ചുള്ള ആലോചനകളും ഊർജിതമായിട്ടുണ്ട്. ഇതോടെ ചിലരെങ്കിലും രഹസ്യമായി വോട്ടഭ്യർത്ഥന പോലും ആരംഭിച്ചു കഴിഞ്ഞതായാണ് അറിയുന്നത്. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. പ്രവാസി കൗൺസിൽ സലാലയിൽ ഓണം ഈദ് ആഘോഷം സംഘടിപ്പിച്ചു. ലുബാൻ പാലസ് ഹാളിൽ നടന്ന പരിപാടി സാഹിത്യകാരി KP സുധീര ഉദ്ഘാടനം ചെയ്തു. മുഖ്യാതിഥി PK ബഷീർ ആശംസകൾ നേർന്നു. മാവേലി എഴുന്നള്ളത്തും ഓണസദ്യയും വിവിധ കലാപരിപാടികളും നടന്നു. വിവിധ സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ സംബന്ധിച്ചു. ഇപിൻ പനക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊല്ലം ഗോപകുമാർ സ്വാഗതവും ഒ അബ്ദുൽ ഗഫൂർ നന്ദിയും പറഞ്ഞു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രത്യേകതകളായ സമത്വവും സമാധാനവും ഇന്ന് കനത്ത ഭീഷണി നേരിടുകയാണെന്ന് പ്രശസ്ത സാഹിത്യകാരൻ KP രാമനുണ്ണി അഭിപ്രായപ്പെട്ടു. തനിമ സാംസ്കാരിക വേദി സൗദിയിൽ സംഘടിപ്പിക്കുന്ന സമാധാനം മാനവികത എന്ന ക്യാമ്പയിൻ ദമാമിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വർഗീയതയുടെയും വിഭാഗീയതയുടെയും മൂലകാരണം അസമത്വമാണ്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ദിനേന വർദ്ധിച്ചു വരികയാണ്. അശ്ലീലമായ സാമ്പത്തിക സംസ്കാരമാണ് രാജ്യത്ത് വളർന്നു വരുന്നതെന്നും KP രാമനുണ്ണി പറഞ്ഞു. തീർച്ചയായിട്ടും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പ്രതീക്ഷാനിർഭരമായിട്ട് യാതൊരു വിഭാഗീയതകളുമില്ലാതെ നിറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ മുഖം കാണുന്ന സമയത്ത് എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമുണ്ട് നമ്മുടെ രാജ്യത്തിന് ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. അവിടെ സമാധാനവും മാനവികതയും നാം നിലനിർത്തുക തന്നെ ചെയ്യും. അതിനെതിരായിട്ടുള്ള ദുഷ്ടശക്തികളെ നാം തുരത്തുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സമാധാനവും മാനവികതയും പ്രവാചകന്റെ സന്ദേശമാണെന്നും അവ ജനങ്ങളിൽ എത്തിക്കുകയെന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യമെന്നും സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച തനിമ കേന്ദ്ര പ്രസിഡന്റ് CK മുഹമ്മദ് നജീബ് പറഞ്ഞു. മൻസൂർ പള്ളൂർ, ശ്രീദേവി മേനോൻ, ജോസഫ് തെരുവൻ എന്നിവരും സംസാരിച്ചു. സാംസ്കാരിക സമ്മേളനത്തെ തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. മീഡിയ 1, ദമാം. കുവൈത്തിൽ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് പിടിച്ചെടുക്കുന്ന നിയമം പ്രാബല്യത്തിൽ വന്നു. ആദ്യ ദിനത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ട്രാഫിക് പോലീസ് നിരവധി വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് അഴിച്ചെടുക്കുകയും ടയറുകളുടെ കാറ്റഴിച്ചു വിടുകയും ചെയ്തു. റോഡുകളിൽ അലക്ഷ്യമായി പാർക്ക് ചെയ്ത വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റാണ് പോലീസ് അഴിച്ചെടുക്കുന്നത്. വാഹനം റോഡിൽ നിന്ന് മാറ്റണമെന്നും പിഴയടച്ച നമ്പർ പ്ലേറ്റ് തിരികെ വാങ്ങാൻ ട്രാഫിക് വകുപ്പിൽ ഹാജരാകണമെന്നും ആവശ്യപ്പെടുന്ന നോട്ടീസ് വാഹനങ്ങളിൽ പതിക്കുന്നുണ്ട്. പുതിയ പരിഷ്കരണം സംബന്ധിച്ചറിയാതെ റോഡരികിൽ പാർക്ക് ചെയ്തവരാണ് കുടുങ്ങിയത്. രാജ്യത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്ന രൂക്ഷമായ ഗതാഗത തടസ്സത്തിന് കുറവ് വരുത്താൻ ശിക്ഷ കടുപ്പിക്കുന്നതിലൂടെ സാധിക്കുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ദുബൈയിൽ ബസ് യാത്രയ്ക്ക് നിശ്ചയിച്ച ലൈനുകളിൽ സ്വകാര്യ വാഹനങ്ങൾ കയറിയാൽ തിങ്കളാഴ്ച മുതൽ 600 ദിർഹം പിഴ നൽകേണ്ടി വരും. പൊതുവാഹനങ്ങൾക്കായി മാത്രം നിർമ്മിച്ച മംസാർ, അൽ ഗുബൈബ റോഡുകളിലെ ലൈനുകളിൽ പ്രവേശിക്കുന്നതിനാണ് സ്വകാര്യ വാഹനങ്ങൾക്ക് വിലക്കെന്ന് RTA അറിയിച്ചു. ഈ റോഡുകളിലെ ബസ് ലൈനുകളിൽ സ്വകാര്യ വാഹനങ്ങൾ പ്രവേശിച്ചിരുന്നെങ്കിലും ഇതുവരെ പിഴ ചുമത്തിയിരുന്നില്ല. നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയ ദിവസം മലയാളി കുവൈത്തിൽ മരിച്ചു. തൃശൂർ തൃപ്രയാർ കുരിക്കുഴി സ്വദേശി അറക്കവീട്ടിൽ മുഹമ്മദ് ഉണ്ണി അലിയാണ് താമസ സ്ഥലത്ത് മരിച്ചത്. അദ്ദേഹത്തിന് 65 വയസ്സായിരുന്നു. മകന്റെ വിവാഹ നിശ്ചയവുമായി ബന്ധപ്പെട്ടാണ് അലി നാട്ടിൽ പോയത്. 35 വർഷമായി കുവൈത്തിലുള്ള ഇദ്ദേഹം ശനിയാഴ്ച രാത്രിയാണ് നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയത്. ഗൾഫ് കേബിൾ എന്ന കമ്പനിയിലായിരുന്നു ജോലി. തന്റെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ ഇരുവരുടെയും ഫോട്ടോ സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത ഭാര്യ അറസ്റ്റിൽ. അറബ് വംശജയായ യുവതിയാണ് അറസ്റ്റിലായത്. തന്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റവും UAE സൈബർ നിയമലംഘനവുമാണ് പ്രതി ചെയ്തിരിക്കുന്നതെന്ന് പരാതിക്കാരി ബോധിപ്പിച്ചു. മസ്കറ്റിൽ സ്കൂൾ ബസ്സിൽ കുടുങ്ങിയ സ്വദേശി ബാലൻ മരിച്ചു. മൊബേല മേഖലയിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കിൻഡർഗാർട്ടൻ വിദ്യാർത്ഥിയായ ഉസാമ അൽ ജാഫ്രി അപകടത്തിൽപ്പെട്ടത്. സംഭവം സ്ഥിരീകരിച്ച റോയൽ ഒമാൻ പോലീസ് അന്വേഷണം നടന്നുവരികയാണെന്ന് അറിയിച്ചു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം സ്കൂൾ ബസ് ഡ്രൈവറാണ് കുട്ടിയെ പിൻസീറ്റിൽ അവശനിലയിൽ കണ്ടെത്തിയത്. രാവിലെ സ്കൂളിലേക്കുള്ള യാത്രാമധ്യേ ഉറങ്ങിപ്പോയ കുട്ടി സ്കൂളിലെത്തിയപ്പോൾ ഇറങ്ങാതിരുന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കുകയായിരുന്നു. കുട്ടി ബസ്സിൽ നിന്ന് ഇറങ്ങിയോ എന്ന് ഉറപ്പുവരുത്തേണ്ട സൂപ്പർവൈസർ സംഭവ ദിവസം അവധിയായിരുന്നതിനാൽ പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞതായും പോലീസ് പറഞ്ഞു. മഹാഭാരതത്തിലെ ശക്തമായ കഥാപാത്രങ്ങളിൽ ഒന്നായ കർണന്റെ ആത്മസംഘർഷത്തിന്റെ കഥ പറയുന്ന രാധയൻ നിറഞ്ഞ സദസ്സിൽ അവതരിപ്പിച്ചു. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് മലയാള വിഭാഗം അവതരിപ്പിച്ച നാടകം നിറഞ്ഞ കയ്യടികളോടെയാണ് കാണികൾ ഏറ്റുവാങ്ങിയത്. സുനിൽകുമാർ കൃഷ്ണൻ നായരാണ് നാടകം സംവിധാനം ചെയ്തത്. തികച്ചും വ്യത്യസ്തമായ അവതരണ രീതിയിലൂടെയായിരുന്നു നാടകത്തിന്റെ തുടക്കം. കേന്ദ്ര കഥാപാത്രമായ കർണനും നാടകരചയിതാവും തമ്മിലുള്ള സംഭാഷണത്തോടെയാണ് നാടകം തുടങ്ങിയത്. 12 രംഗങ്ങളുള്ള നാടകം 3 മണിക്കൂറിലേറെ നീണ്ടു. ഒമാനിൽ നിന്നുള്ള കലാകാരന്മാരാണ് നാടകത്തിൽ അഭിനയിച്ചത്. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ചെയർമാൻ ഡോക്ടർ സതീഷ് നമ്പ്യാരാണ് ഉദ്ഘാടനം നടത്തിയത്. മലയാള വിഭാഗം കൺവീനർ GK കാരണവർ സ്വാഗതവും കൺവീനർ താജ് മാവേലിക്കര നന്ദിയും പറഞ്ഞു.
വാർത്തകൾ തുടരുന്നു. മദ്യവിൽപ്പന നടത്തിയ മലയാളിയെയും മദ്യപിച്ച കേസിൽ മറ്റ് 6 പേരെയും ജുബൈൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ജുബൈലിലെ 2 വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുമാണ് മദ്യപ സംഘത്തെയും വിൽപ്പനക്കാരനെയും പിടികൂടിയത്. തിരുവനന്തപുരം സ്വദേശി നേസം മണിയാണ് അറസ്റ്റിലായ മലയാളി. ഇയാളുടെ കയ്യിൽ നിന്ന് മദ്യം വാങ്ങിപ്പോയ ആളിനെ പിന്തുടർന്ന് പിടിക്കാൻ ശ്രമിച്ചത് പരാജയപ്പെട്ടതിനെ തുടർന്ന് പോലീസ് നടത്തിയ ശക്തമായ തിരച്ചിലാണ് നേസമണി അറസ്റ്റിലാകുന്നത്. ജുബൈലിലെ ഒരു പ്രമുഖ കമ്പനിയുടെ ലേബർ ക്യാമ്പിൽ നിന്നാണ് മദ്യപിച്ച കേസിൽ നേപ്പാളികളും ഇന്ത്യക്കാരും ഉൾപ്പെടെ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഖത്തറിൽ നാഷണൽ പെയിന്റ്സിന്റെ 2 പുതിയ ബ്രാൻഡുകൾ കൂടി പുറത്തിറക്കുമെന്ന് ജനറൽ മാനേജറും മാനേജിംഗ് പാർട്ണറുമായ സാലെ അഹമ്മദ് അൽ ഖുലൈഫി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മികച്ച ഗുണനിലവാരമുള്ള റോബ്സൺ പെയിന്റ്സ്, ഒറിക്സ് പെയിന്റ്സ് എന്നിവയാണ് പുതിയ ബ്രാൻഡുകൾ. നാളെ വൈകിട്ട് 7:30 റാഡിസൺ ബ്ലൂവിൽ നടക്കുന്ന ചടങ്ങിൽ ഖത്തറിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ സെയിൽസ് മാനേജർ ജോൺ അബ്രഹാം, അബ്ദാഹിർ തുടങ്ങിയവർ പങ്കെടുത്തു. ഖത്തറിലെ വിവിധ മേഖലകളിൽ താമസിക്കുന്ന മലയാളി കുടുംബങ്ങൾക്കിടയിൽ താമസയിടങ്ങളിലെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി നടുമുറ്റം ആരംഭ കൃഷി എന്ന പേരിൽ കാർഷിക പദ്ധതിക്ക് തുടക്കം കുറിച്ചു. വിവിധ ഏരിയകളിലെ പരിപാടികളിൽ പച്ചക്കറി തൈകളും വിത്തുകളും വിതരണം ചെയ്തു. നടുമുറ്റം മദീന ഖലീഫ യൂണിറ്റിൽ നടന്ന ചടങ്ങ് കൾച്ചറൽ ഫോറം വൈസ് പ്രസിഡന്റ് സുഹൈൽ ശാന്തപുരം സൈഫിനിസ മൊയ്തുപ്പായ്ക്ക് തൈകൾ നൽകി ഉദ്ഘാടനം ചെയ്തു. പ്രവാസ ലോകത്തെ പ്രായോഗിക കൃഷിരീതികളെ നജ്മ നസീർ കേച്ചേരി പരിചയപ്പെടുത്തി. ഷാഹിദ ജലീൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വഹീദ നസീർ സ്വാഗതവും സനിയ ഗഫാർ നന്ദിയും പറഞ്ഞു. ഷാർജയിൽ വില്ലയിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച അമീറ ബിൻ കർമറിനോടുള്ള ബഹുമാനാർത്ഥം അമീറ ഫണ്ട് നിലവിൽ വന്നു. ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്കും ക്ഷേമത്തിനുമായാണ് ഇത് ഉപയോഗിക്കുക. UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ പത്നിയും ഫ്രണ്ട്സ് ഓഫ് ക്യാൻസറിന്റെ റോയൽ രക്ഷാധികാരിയുമായ ഷെയ്ഖ് ജവാഹിർ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയാണ് ഇക്കാര്യം പറഞ്ഞത്. കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് ജെറ്റ് എയർവേസ് വിമാനത്തിൽ ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് നാടുകളിൽ നിന്ന് കേരളത്തിലേക്ക് ടിക്കറ്റ് എടുക്കുന്നതിന് 12% ഇളവ് പ്രഖ്യാപിച്ചു. ജെറ്റ് എയർവേസ് വെബ്സൈറ്റിലൂടെ ടിക്കറ്റ് എടുക്കുന്നവർക്കാണ് 3 ദിവസത്തെ ആനുകൂല്യം ലഭിക്കുക. ഇന്നു മുതൽ നവംബർ 2 വരെയാണ് പ്രൊമോഷനെന്ന് ജെറ്റ് എയർവേസ് മാനേജ്മെന്റ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ഗൾഫ് നഗരങ്ങളിൽ നിന്ന് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നീ കേരള നഗരങ്ങളിലേക്കുള്ള ടിക്കറ്റുകൾക്കാണ് ഈ ഇളവ്. UAE വിപണിയിൽ തങ്ങളുടെ കാർഷികാധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ കൂടുതലായി എത്തിക്കാൻ മലേഷ്യ നടപടി തുടങ്ങി. ഇതിന്റെ ഭാഗമായി 10ലധികം പുതിയ ഉൽപ്പന്നങ്ങൾ മലേഷ്യ UAEയുടെ വിപണിയിലിറക്കി. മലേഷ്യൻ കോൺസുലേറ്റിലെ കാർഷിക വിഭാഗം ദുബൈയിൽ സംഘടിപ്പിച്ച ചടങ്ങിലായിരുന്നു ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കിയത്. UAEയിൽ റിസാല സ്റ്റഡി സർക്കിൾ 8ാമത് സാഹിത്യോത്സവത്തിൽ അബുദാബി സോണിന് ചാമ്പ്യൻ പട്ടം. ദുബൈ 2ഉം അജ്മാൻ 3ഉം സ്ഥാനം നേടി. ദുബൈയിൽ നിന്നുള്ള തുബാൻ ഖാലിദാണ് കലാപ്രതിഭ. 4 വിഭാഗങ്ങളിലായി 40ഓളം ഇനങ്ങളിലാണ് പ്രതിഭകൾ മാറ്റുരച്ചത്. VP കുട്ടി ധാരമി മത്സര പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സൗദിയിൽ വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന മഞ്ചേരി സ്വദേശി മരിച്ചു. ചക്കിപ്പറമ്പൻ മുർഖൻചാലിൽ ബഷീർ ആണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. ഖമീസ് മുഷയിൽ വെള്ളശുദ്ധീകരണ കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു. വെള്ളിയാഴ്ച രാവിലെയാണ് സ്വദേശി പൗരനോടിച്ചിരുന്ന വാഹനം ബഷീറിനെ ഇടിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. വാഹനമോടിച്ച സ്വദേശി പൗരന്റെ അപകടനില ഇതുവരെ തരണം ചെയ്തിട്ടില്ല. ഇറാഖ് സൈന്യം അസാധാരണമായി കുവൈത്ത് അതിർത്തി ലക്ഷ്യമാക്കി നീങ്ങുന്നുവെന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ വാർത്തകൾ കുവൈത്ത് നിഷേധിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിലെ അതിർത്തി അണ്ടർ സെക്രട്ടറി അബ്ദുള്ള അൽ മുഹന്നയാണ് നിഷേധക്കുറിപ്പിറക്കിയത്. കുവൈത്ത് സൈന്യം തികഞ്ഞ ജാഗ്രതയിലാണെന്നും അതിർത്തിയിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അയൽ രാജ്യത്തിന്റെ അതിർത്തി ലക്ഷ്യമാക്കി നീങ്ങുന്നുവെന്ന വാർത്ത ഇറാഖ് സൈന്യവും നിഷേധിച്ചതായി കുവൈത്ത് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. സൗദി ജേർണലിസ്റ്റ് അസോസിയേഷൻ ഭാരവാഹി തെരഞ്ഞെടുപ്പ് ബുധനാഴ്ച നടക്കും. വിവിധ സൗദി മാധ്യമങ്ങളിൽ നിന്നുള്ള 16 പേർ നോമിനേഷൻ നൽകിയതായി അധികൃതർ അറിയിച്ചു. റിയാദിലെ അസോസിയേഷൻ ആസ്ഥാനത്ത് നടക്കുന്ന ജനറൽ ബോഡി യോഗത്തിൽ 12 പേരെയാണ് കമ്മിറ്റി അംഗങ്ങളായി തെരഞ്ഞെടുക്കുക. വാർത്താവിതരണ മന്ത്രാലയം, സാമൂഹ്യക്ഷേമ മന്ത്രാലയം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ചേംബർ ഓഫ് കൊമേഴ്സ് എന്നിവയിലെ പ്രമുഖർ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകും. 472 മാധ്യമപ്രവർത്തകരാണ് അസോസിയേഷനിൽ അംഗങ്ങളായുള്ളത്. ന്യൂ ഏജ് ഇന്ത്യ സാംസ്കാരിക വേദി റിയാദ് ഘടകം ഏർപ്പെടുത്തിയ 2ാമത് തെങ്ങമം ബാലകൃഷ്ണൻ മാധ്യമം അവാർഡിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. ഗൾഫ് രാജ്യങ്ങളിലെ മലയാളി മാധ്യമപ്രവർത്തകരിൽ മികവ് പുലർത്തുന്നവർക്കാണ് അവാർഡ് സമ്മാനിക്കുകയെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 25,000 രൂപയും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ഗൾഫ് മേഖലയിൽ ഇറങ്ങുന്ന മലയാള ദിനപത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ആനുകാലികങ്ങളിലും 2015 ജനുവരി 1-നും ഡിസംബർ 31-നും ഇടയിൽ പ്രസിദ്ധീകൃതമായ പ്രവാസി സംബന്ധിതമായ അന്വേഷണാത്മക റിപ്പോർട്ടുകൾ, പ്രവാസി പ്രശ്നങ്ങളെ സംബന്ധിച്ച ലേഖന പരമ്പരകൾ, ദൃശ്യമാധ്യമങ്ങളിൽ സംപ്രേഷണം ചെയ്ത വാർത്താ ക്ലിപ്പുകൾ എന്നിവയാണ് അവാർഡിനായി പരിഗണിക്കുന്നത്. ഇതോടെ ഇന്നത്തെ മിഡീസ്റ്റ് അവർ ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്പെഷ്യൽ എഡിഷന്റെ പുനഃസംപ്രേഷണം കാണാം. നമസ്കാരം.